പുളിശ്ശേരി കൊള്ളാലോ. സ്വന്തം ഹോട്ടലല്ലേ? കൊള്ളൂല്ലെങ്കിൽ ഞാൻ തന്നെ കൊള്ളൂല എന്ന് പറയാം. എനിക്ക് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല. അത് വേറെ പ്രശ്നം. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതായത് മൊയലാളി ഒരു ചെറ്റുണ്ടല്ലോ. ഓക്കെ, എന്റെ ചെറിയ പ്രായത്തിൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് എത്ര 100 കണക്കിന് കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയും. അങ്ങനെ സംഭവമില്ല. സുരേന്ദ്രൻ ഡോക്ടർ ഉണ്ട്. അതിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നാലും സുരേന്ദ്രൻ ഡോക്ടറെ വിളിക്കുക. ജലദോഷം വന്നാലും ജലദോഷം വന്ന് ഡോക്ടറെ അടുത്ത് പോയാൽ ഞാൻ 28 വയസ്സുള്ള പാൽക്കുപ്പിയോ? ജലദോഷം വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോവാന്ന്. അല്ല, മൂപ്പൻ വല്ലതും ഉണ്ടോ? അല്ല, പച്ചമരുന്നൊക്കെ? അത് കാട്ടില് മറ്റേ ഭാരതിയുടെ അച്ഛൻ പ്രേം നസീർ പോയ കിട്ടുമ്പോ അയില്ല. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾക്ക്. ഒരു നിമിഷം ഞാനൊന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. ഇത് നമ്മുടെ റൈസ് ഓഫ് പേർഷ്യ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. ഇത് ഫുൾ ബിരിയാണിയാണ്. ഇവിടെ ഹാഫ് ബിരിയാണി കിട്ടുള്ളൂ ഡൈനിങ്ങില്. കാരണം ഫുൾ ബിരിയാണി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് നല്ലൊരു വിശ്വാസം. താങ്ക് യു. പെട്ടെന്ന് കഴിച്ചു, ഞാൻ കഴിച്ചു തീർക്കട്ടെ. അപ്പൊ നമ്മള് ലെഗ് എടുത്ത് ഇങ്ങോട്ട് നീക്കി വെച്ചു. ഈശ്വര, പച്ചടിയല്ലേ ഇത്? യെസ്, നമ്മൾ ഡോക്ടേഴ്സിനെ പറ്റി സംസാരിച്ചോണ്ട് കഴിഞ്ഞില്ലേ? ഇല്ല, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. പറഞ്ഞോ. ഭക്ഷണം കഴിച്ചോണ്ട് സംസാരിക്കാൻ വലിയ പാടാട്ടോ. പറഞ്ഞോ. ഈ പാവക്ക അച്ചാറ് സുരേന്ദ്രൻ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. സുരേന്ദ്രൻ ഡോക്ടർ ഇപ്പോഴും ഉണ്ട്, വേറെ പ്രശ്നം. എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്തേ പോവുള്ളൂ. നിസ്സാര കാര്യത്തിന് ഡോക്ടറെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുക അത്രേ. അതിൽ ബിലീവ് ചെയ്യണില്ല. ബിലീവ് ചെയ്യുന്നില്ല എന്നല്ല, അതിലെനിക്ക് അത്ഭുതം ഉണ്ട് എന്നാ പറയുന്നത്. ഒരു കുട്ടിക്ക് ഡിപ്രഷൻ എന്തുണ്ടെന്ന് മെഡിക്കലി ഡയഗ്നോസ് ചെയ്യുന്നത് ഞാൻ എന്തിനു വിശ്വസിക്കാതിരിക്കുന്നത്? അതെ, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ ആലോചിക്കുമ്പോ എന്താ പോലെ അല്ലെ. എന്റെ ചെറിയ പ്രായത്തിൽ ഡിപ്രസ്ഡ് ആവാൻ എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് they didn't have the time to be depressed. ഇങ്ങനെയും കൂടെ ആയിക്കൂടെ അവര് ഉണ്ടായിട്ട് പറയാണ്ടായിരുന്നു ആയിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരാളെ പോലും എനിക്ക് അറിയില്ല. ഉണ്ടാവില്ല എന്നല്ലല്ലോ. ഞാൻ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് 2018 മുതൽ സൈക്യാട്രിക് ഡ്രഗ് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പൊ കഴിക്കുന്നില്ല, എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവനോട് ഒരു കണ്ടീഷനെ പറഞ്ഞല്ലോ, സൈക്യാട്രിസ്റ്റിനോട്, എടാ മോനെ, നീ എനിക്കൊരു സർട്ടിഫിക്കറ്റ് എഴുതാം, ആരെ കൊന്നാലും കോടതി വെറുതെ വിടുമെന്ന്. അത് അവൻ എഴുതിയിരുന്നില്ല. അത് അവൻ തരുമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും കഴിച്ചാണ്. ഞാൻ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സൈക്യാട്രി എന്താണെന്നും മനസ്സിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അതെനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പുറത്തുള്ളവർക്ക് തമാശയായിരിക്കും. ഞാനത് അനുഭവിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയാം. ഞാനത് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളത്, ക്ലോസ്ട്രോഫോബിയ എന്നാണ് എന്റെ കണ്ടീഷൻ തുടങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്, അവിടെ ആ ഡോറ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാനത് അനുഭവിച്ചിട്ടുള്ളത്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഏറ്റവും നല്ല മനോഹരം എന്ന് പലരും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനതിന് ചെറുതായി കാണുകയല്ല. പക്ഷെ അങ്ങനത്തെ ഒരു വാക്ക് പണ്ടില്ല. ചിലപ്പോൾ ശാസ്ത്രം അറിയാത്തോണ്ടായിരിക്കും, എന്തോ ആയിരിക്കാം. പലരും അനുഭവിച്ചിട്ടുണ്ട്, അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ കുട്ടികൾക്ക് ടെൻഷൻ, കുട്ടികൾക്ക് പിന്നെ വർക്ക് ലോഡ്, പിയർ പ്രഷർ, എന്ത് പരിപാടി അത്? ഇത് കുട്ടികൾ ഉണ്ടാക്കിയതാണോ? അല്ല. ഈ ന്യൂജനെ കുറ്റം പറയാൻ ഞാൻ അടക്കമുള്ള ഓൾഡ് ജൻ ഉണ്ടാക്കിയതല്ലേ ഈ പ്രശ്നം? സ്വാഭാവികമായിട്ടും. എന്തിനാണ് കുട്ടികൾക്ക് ഇത്രയും വർക്ക് ലോഡ്? കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്തൂടെ? ഈ റെസ്റ്റോറന്റ്, എന്റെ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രീനെ, മലയാളി റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിലെ മെനുവിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഒരു അറ്റംപ്റ്റ് ആണ്. ചോറില്ലേ, ഇതിന് 18 രൂപയാണ്.
ആ ഇവിടെ വന്ന് ചോറ് വേണമെന്ന് പറഞ്ഞാൽ ചോറ് മാത്രമേ കിട്ടൂ. ഇതിന് ഓരോന്നിനും വിലയുണ്ട്. ഓക്കെ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 50 രൂപയുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? AC റെസ്റ്റോറൻറ്റ്, സാധാരണ ഒരു AC റെസ്റ്റോറൻറ്റിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 10-200 രൂപയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റും. ചോറ് മേടിക്കാം, സാമ്പാർ മേടിക്കാം, വേറൊരു കറി മേടിക്കാം, 50 രൂപ. പിന്നെ നിങ്ങളുടെ കയ്യിൽ 200 രൂപയുണ്ട്. ആർമാദിക്കാം. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അത് ഇത് പായസം, 10 കറി, 10-15 പുഴുങ്ങിയ മുട്ട ഒക്കെ മേടിച്ചാലും ചിലപ്പോൾ 200 രൂപ രാവിലെ ആയിരിക്കും. അപ്പം എനിവേ നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വന്നത് സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി അല്ല ഇന്ന് എൻ്റെ ജനറേഷൻ എൻ്റെ കാലത്ത് ലോകത്ത് നടന്നത്. കോംപ്ലിക്കേറ്റഡ് ആക്കുക എന്നുള്ള പരിപാടിയാണ്. അതിൻ്റെ ദുരിത ഫലം അനുഭവിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളാണ്. നമ്മളിപ്പോ സാധാരണ ബിരിയാണിയിലൊന്നേ ഇത്രയധികം സൈഡ് ഡിഷ് ഉണ്ടാവില്ലല്ലോ. ഒരു ചമ്മന്തി, ഒരു അച്ചാറ്, ഒരു പുതിന ചമ്മന്തി, ഒരു പുഴുങ്ങിയ മുട്ട, റായ്ത്ത, പിന്നെ പായസം. അതെന്താ ഇതിന്റെ തീരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 105 രൂപയാണ് ബിരിയാണി. നിങ്ങളുടെ കയ്യിൽ 105 രൂപ മാത്രമേ ഉള്ളൂ എങ്കിലും ഓഫ്കോഴ്സ് GST എക്സ്ട്രാ ആണ്. അത് നിർമ്മല മാഡം മേടിക്കുന്നതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല അങ്ങനെ ഒരു നിജസ്ഥിതിയാണല്ലോ. ഇവിടെ ഇരിക്കുന്നില്ലേ? ഇവിടെ എന്താ ഇരിക്കുന്നത്? എന്താ പാകിസ്ഥാൻ പട്ടാളം വന്ന് കൊണ്ടുപോകാത്ത? എന്താ ബോർഡറിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതെങ്ങനെ ഫണ്ട് ചെയ്യണം? ലെഫ്റ്റിസ്റ്റ് മറ്റേ സാധനം ഇവൻ ആള് ശരിയല്ലാട്ടാ. ഞാനൊരു അഖണ്ഡ ഭാരതത്തിൽ ഞാനുണ്ട്. അഖണ്ഡ ഭാരതത്തിൽ ഞാനില്ല. ഞാൻ ബോർഡേഴ്സിൽ വിശ്വസിക്കുന്നില്ല, പാസ്പോർട്ടിൽ വിശ്വസിക്കുന്നില്ല. വസുദൈവ കുടുംബകം. ലോകം മുഴുവൻ ട്രാവൽ ചെയ്യാൻ പറ്റണം, ലോകം മുഴുവൻ എവിടെയും പോയി യാത്ര ചെയ്യാൻ പറ്റണം, എവിടെയും ജോലി ചെയ്യാൻ പറ്റണം, എവിടെയുള്ള ആരെയും കല്യാണം കഴിക്കാൻ പറ്റണം, എവിടെയുള്ള ആരെയും പ്രേമിക്കാൻ പറ്റണം. അവിടേക്ക് സ്പഷ്ടത വാഗയിൽ ലാഹോറിലേക്ക് നടന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം എന്നുള്ള ഒറ്റ ചിന്തയാണ് വാഗ ബോർഡറിൽ BSFന്റെ ആ പ്രകടനം കണ്ടുകൊണ്ടെന്ന് എനിക്ക് തോന്നിയത്. അവസാനം ഞാൻ കേണലിനോട് ചോദിച്ചു, ഞാൻ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് മൂത്രം ഒഴിച്ചോട്ടെ എന്ന്. അപ്പൊ അവൻ പറഞ്ഞു ചിലപ്പോ വെടിവെക്കും. അല്ല ഞാൻ എന്താ പറയുന്നത്, ബോർഡേഴ്സ് അല്ല വിഷയം. പാകിസ്ഥാൻ പട്ടാളം വന്ന് കൊണ്ടുപോകുന്നുള്ളത് പട്ടാളം എന്ന് പറയുന്ന സിനിമയിലെ മാമുക്കോയ പറഞ്ഞ ഡയലോഗാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം റൺ ചെയ്യണമെങ്കിൽ ടാക്സ് വേണം. അത് അവര് പിരിക്കണം. അവർ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അവര് ഈ മറ്റേ ഒരു ടിപ്പിക്കൽ BJP-കാരനെ പറയുന്ന പോലെ ഒന്നിനും കൊള്ളാത്ത മറ്റേ എഡ്യൂക്കേഷൻ ഇല്ലാത്ത അങ്ങനെ പറയരുത്. അവരെവിടെയാ പഠിച്ചതെന്നും അവരെവിടുന്ന വന്നതെന്നും ആലോചിക്കണം. അവരുടെ ഭർത്താവ് ആരാന്നും ആലോചിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ആർ ലിവിങ് ടുഗെദർ. ഭർത്താവിന്റെ കൂടെയാണ് അവർ ജീവിക്കുന്നത്. ഈ ഭർത്താവാണ് BJP ഗവൺമെന്റ് ഏറ്റവും വലിയ ക്രിട്ടിക്ക്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അത് ബൗദ്ധികമായിട്ടുള്ള വലിയ തലമാണ്. എന്ന് വെച്ച് ഞാൻ അവരെ ന്യായീകരിക്കാന്ന് വിചാരിക്കരുത്. GST വാങ്ങിക്കണം, ടാക്സ് വാങ്ങിക്കണം, എന്നാലേ ഈ രാജ്യങ്ങൾ നിലനിൽക്കുള്ളൂ. റോഡ് പണിയുണ്ട്, ടോള് മേടിക്കുന്നുണ്ട്, അത് വേറെ പ്രശ്നം. വേണം, അത് വേണം. അപ്പൊ GST എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് നമ്മുടെ പണിയാണ്. ഞാനെന്താ പറഞ്ഞുകൊണ്ടത് 105 രൂപ അതിന്റെ മുകളിലാണ് GST. ഇത്രയും നല്ല കൈമാ അരി മേടിച്ചിട്ട് എനിക്ക് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചിക്കനും മേടിച്ച് നെയ്യും വാങ്ങിച്ച് നെയ്യിൽ മാത്രം ബിരിയാണി ഉണ്ടാക്കി ഒരു പായസം അല്ലെങ്കിൽ ഒരു പപ്പടം, ഒരു പുതിന ചമ്മന്തി, ഒരു അച്ചാറ്, ലൈം പിക്കിൾ ഫ്രീ ആണ്, റൈത്തയും ഫ്രീ ആണ്. ബാക്കിയൊക്കെ കൂടെ തരേണ്ടെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല തരാത്തത്. പറ്റൂല, മുതലാവില്ല, വീട് വെക്കേണ്ടി വരും.